Hello students, States of Matter എന്ന യൂണിറ്റിലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു, കൂടെ അതിൻ്റെ തിയറി പാർട്ടും കൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ ബേസ് ചെയ്തിട്ട് ടെക്സ്റ്റിൻ്റെ അതേ ഓർഡറിലാണ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ ആദ്യത്തെ ടോപ്പിക്ക് ഇൻ്റർ മോളിക്കുലർ ഫോഴ്സസിനെ പറ്റിയിട്ടാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. വാൻ ഡെർ വാൾ ഫോഴ്സസ് ആർ അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആണ്. റൈറ്റ് ദി നെയിം ഓഫ് എനി ടു ടൈപ്സ് ഓഫ് വാൻ ഡെർ വാൾ ഫോഴ്സ്. നമുക്കറിയാം വാൻ ഡെർ വാൾ ഫോഴ്സസ് 3 ടൈപ്സും പ്ലസ് ഹൈഡ്രജൻ ബോണ്ടിങ് കൂടെ നമ്മൾ പഠിച്ചു. അതിൽ ഏതെങ്കിലും 2 ടൈപ്സാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അത് ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സ് എന്ന് പറയും. സെക്കൻഡ് ടൈപ്പ് ഡൈപോൾ ഫോഴ്സ്. മൂന്നാമത്തെ ടൈപ്പ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് എന്നും. പിന്നെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് പഠിച്ചിട്ടുള്ളത്. അത് 2 എണ്ണം നമ്മളെടുത്ത് എക്സാമ്പിൾ എഴുതി. 2 ടൈപ്പാണ് ചോദിച്ചിട്ടുള്ളത്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ഇൻ്റർമോളിക്കുലർ ഫോഴ്സിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. നമുക്കറിയാം ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? 2 തരത്തിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് മോളിക്യൂൾസിന് ആറ്റത്തിന് ഇടയിൽ. അതിനെ ആദ്യത്തെ കാറ്റഗറീനെ പ്രൈമറി ബോണ്ട് എന്നും സെക്കൻഡ് ടൈപ്പിനെ സെക്കൻഡറി ബോണ്ട് എന്നാണ് പറയുന്നത്. പ്രൈമറി ബോണ്ട് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ബോണ്ട് ബിറ്റ്വീൻ ദി ആറ്റംസ് ആണ്. അതിൽ അയോണിക്, കോവാലൻറ്റ്, മെറ്റാലിക് എന്നൊക്കെ വരാം. അത് ഇൻട്രാ മോളിക്കുലർ ഫോഴ്സസ് ആയിട്ട് നമ്മൾ പറയുന്നു. സെക്കൻഡറി ബോണ്ട് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ആണ്, അതായത് ഇൻ്റർ മോളിക്കുലർ ഫോഴ്സ്. 3 ടൈപ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഡൈപോളും ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുന്നതും ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ, കൂടാതെ ഹൈഡ്രജൻ ബോണ്ടിങ്ങും കൂടെ നമ്മൾ എടുത്തു പറയുന്നു. അപ്പോൾ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ ആവാം ബിറ്റ്വീൻ ദ ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾസ്, അതായത് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്, ആർ നോൺ ആസ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ്. ദി അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആർ ഓൾസോ നോൺ ആസ് വാൻ ഡെർ വാൾ ഫോഴ്സ്. ഡച്ച് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ജോണാസ് വാൻ ഡെർ വാൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ തരത്തിലുള്ള ഫോഴ്സുകളെ പറ്റിയിട്ട് എക്സ്പ്ലനേഷൻ നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരോട് കൂടിയിട്ടാണ് ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അറിയപ്പെടുന്നത് വാൻ ഡെർ വാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതിൽ 3 ടൈപ്സ് ആണ് മെയിനായിട്ട് എടുത്ത് പറയുന്നത്. ഡൈപോൾ ഫോഴ്സ്, ഡിസ്പേർഷൻ ഫോഴ്സസ് ഓർ ലണ്ടൻ ഫോഴ്സ്, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ് എന്നും. 4ാമത്തെ ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് അല്ലെങ്കിൽ പർട്ടിക്കുലർലി സ്ട്രോങ് ടൈപ്പ് ഓഫ് ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ് ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ. അത് നമ്മൾ മുൻപത്തെ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമ്മളവിടെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ബാക്കി 3 ടൈപ്സ് വാൻ ഡെർ വാൾ ഫോഴ്സസിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് നോക്കാം. ഡൈപോൾ ഫോഴ്സ് എന്നുള്ളത് ഒരു കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിസ്പേർഷൻ ഫോഴ്സ്, ലണ്ടൻ ഫോഴ്സ് അടുത്ത കോളത്തിൽ, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സിന് അടുത്ത കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഈ പോയിന്റ്സിൽ കൂടെ നമുക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. അപ്പോൾ ഡൈപോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായാലും അവ പോളാർ മോളിക്യൂൾസ് ആണ്, അല്ലേ? ഡൈപോൾ ആണ്. അപ്പോൾ ഫൗണ്ട് ഇൻ പോളാർ മോളിക്യൂൾസ്. എന്നാൽ ഡിസ്പേർഷൻ ഫോഴ്സ് ഓർ ലണ്ടൻ ഫോഴ്സോ ഇസ് ഫൗണ്ട് ഇൻ നോൺ പോളാർ മോളിക്യൂൾസിലാണ് കാണുന്നത്. ഇനി ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്ന് പറഞ്ഞാലോ, ഇവിടെ ഒരു ഡൈപോൾ ഉണ്ട്, ഒരു നോൺ പോളാറിലേക്ക് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ആയിട്ട് കൊടുക്കുന്നു. അതായത് പോളാറിനും നോൺ പോളാറിനും ഇടയിലുള്ള കാണുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ 3 ടൈപ്പിലുള്ള ഫോഴ്സ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഡൈപോൾ ഫോഴ്സ് എങ്ങനെ ഉണ്ടാകുന്നു? occur when there is an unequal sharing of electron between 2 atoms. അപ്പോൾ 2 ആറ്റത്തിന്, 2 പോളാർ മോളിക്യൂൾസിന് അല്ലെങ്കിൽ 2 പോളാർ ആറ്റത്തിൻ്റെ ഇടയിലുള്ള അൺഈക്വൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് വഴിയാണ് എന്തുണ്ടാകുന്നത്? ഡൈപോൾ ഫോഴ്സ്. നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ. നമ്മൾ HCl എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് മോർ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ളതും ക്ലോറിൻ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അപ്പോൾ എന്തായാലും ഈക്വൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ അവിടെ പോസിബിൾ അല്ല, അൺഈക്വൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ ആണ്. അതുവഴി ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ക്ലോറിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജാണ് കിട്ടുന്നത്, അല്ലേ? നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഇനി ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സിലോ occur when a positively charged nucleus of an atom, ഒരു പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസ് ആയിട്ടുള്ള ഒരു ആറ്റം ഉണ്ട്. ഇറ്റ് അട്രാക്ട് ദ ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് അനദർ ആറ്റം.
അത് ഇലക്ട്രോൺ ക്ലൗഡ്, അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ്, അതിന് ചുറ്റും ഇലക്ട്രോൺ ക്ലൗഡാണ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ആ ഇലക്ട്രോൺ ക്ലൗഡിനെ അട്രാക്ട് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്നതാണ് ഡിസ്പേർഷൻ. അപ്പം നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന സിമെട്രിക്കൽ ആയിട്ടുള്ള രണ്ട് മോളിക്യൂൾസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നതാണ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ്. ഇതെങ്ങനെ ഉണ്ടാകുന്നത്? ഒരു പെർമനൻ്റ് ഡൈപോൾ ആയിട്ടുള്ള പോളാർ മോളിക്യൂൾ ഇൻഡ്യൂസസ് എ ഡൈപോൾ ഓൺ ദി ഇലക്ട്രിക്കലി ന്യൂട്രൽ മോളിക്യൂൾ ബൈ ഡിഫോമിങ് ഇറ്റ്സ് ഇലക്ട്രോണിക് ക്ലൗഡ്. അപ്പോൾ പോളാർ മോളിക്യൂൾ ഉണ്ട് ഒരു സൈഡിൽ, നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂൾ ഉണ്ട്. ഈ പോളാർ മോളിക്യൂൾ എന്ത് ചെയ്യും? പൊളാരിറ്റിനെ നോൺ പോളാർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള മോളിക്യൂൾസിലേക്ക് പൊളാരിറ്റിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു ബൈ ഡിഫോമിങ് ഇറ്റ്സ് ഇലക്ട്രോണിക് ക്ലൗഡ്. അതിനെയാണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്. ഇനി ഡൈപോൾ ഫോഴ്സ് വഴി പെർമനൻ്റ് ആയിട്ടുള്ള ഡൈപോൾ എക്സിസ്റ്റ് ചെയ്യുന്നു. ഡിസ്പേർഷൻ ഓർ ലണ്ടൻ ഫോഴ്സിലോ ഇൻസ്റ്റൻറ്റേനിയസ് ഓർ ടെമ്പററി ഡൈപോൾസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ഒരു ഡൈപോൾ ആദ്യത്തെ ആറ്റത്തിൽ, ഇപ്പോൾ എ എന്നുള്ള ഒരു ആറ്റം എടുത്താൽ അതിൽ കിട്ടും. ടെമ്പററി ഡൈപോൾ ആണ് അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട മറ്റൊരു ഡൈപോൾ ആണ് അടുത്ത ആറ്റത്തിൽ. നമുക്ക് അതിൻ്റെ പിക്ചറൈസേഷൻ കാണാം. ഇനി മൂന്നാമത്തെ ടൈപ്പിലോ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഈസ് ഡെവലപ്ഡ് ഇൻ ദി അതർ ആറ്റം. ഓക്കെ, ഇനി എന്താണ് ഇവ തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ എനർജിയെ പറ്റിയിട്ട് നോക്കാം. ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഡിക്രീസ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡൈപോൾ. രണ്ട് പോളാർ മോളിക്യൂൾ അല്ലെങ്കിൽ രണ്ട് ഡൈപോളുകൾ അല്ലേ, അവയുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഡിക്രീസ് ആവുന്നു. ഓക്കെ, ഇനി the dipole interaction is stronger than London force but is weaker than ion interaction. അതായത് ഡൈപോൾ രണ്ട് പോളാറുള്ള മോളിക്യൂളിൻ്റെ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂളിൽ കാണുന്നത്, അതായത് ലണ്ടൻ ഫോഴ്സിൽ കാണുന്നതിനേക്കാൾ സ്ട്രോങ് ആണ്. പക്ഷേ രണ്ട് അയോണുകളാണ്. Na+Cl- ഇൻട്രാക്ഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ വീക്കാണ്. എന്താ കാരണം? ഇപ്പോൾ NaCl എന്നെടുത്താൽ നമുക്ക് Na+ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ചാർജും Cl കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജാണ് കിട്ടുന്നത്. അപ്പോൾ എന്താണ്, അവ ഇൻട്രാക്ഷൻ വളരെ കൂടുതലാണ്. പക്ഷേ നമ്മുടെ ഡൈപോൾ ഫോഴ്സിൽ എന്താ കാണുന്നത്? പാർഷ്യൽ പോസിറ്റീവ് ആൻഡ് പാർഷ്യൽ നെഗറ്റീവ് ചാർജാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ചാർജ് ഇല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇൻട്രാക്ഷൻ കുറവാണ്, അയോൺ ഇൻട്രാക്ഷൻ കൂടുതലാണ്. മനസ്സിലായല്ലോ? ഇനി എന്താണ് ഇൻട്രാക്ഷൻ എനർജി എന്ന് പറഞ്ഞാൽ? അതായത് ഇൻട്രാക്ഷൻ എനർജിയെ എങ്ങനെയാണ് ഈ പോളാർ മോളിക്യൂളിൻ്റെ ഡിസ്റ്റൻസിനെ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. എനർജി ഡെവലപ്ഡ് ബിറ്റ്വീൻ ടു ഡൈപോൾ, അതിനെയാണ് നമ്മൾ ഇൻട്രാക്ഷൻ എനർജി എന്ന് പറയുന്നത്. ഈ ഇൻട്രാക്ഷൻ എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോളാർ മോളിക്യൂൾസ്. ഇൻട്രാക്ഷൻ എനർജി കൂടുക എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോളാർ മോളിക്യൂൾ കുറവായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു അട്രാക്റ്റീവ് ഫോഴ്സ് ഡിസ്റ്റൻസ് ഇൻക്രീസ് ആവും തോറും അട്രാക്റ്റീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്ത് വരുന്നു. അപ്പോൾ ഇൻട്രാക്ഷൻ എനർജിയും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോളാർ മോളിക്യൂൾസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി ഒരു സ്റ്റേഷനറി പോളാർ മോളിക്യൂൾസ് ആണെന്ന് നോക്കാം. അവയുടെ ഇൻട്രാക്ഷൻ എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി R³, അതായത് തേർഡ് പവറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇനി ഈ പോളാർ മോളിക്യൂൾസിലെ രണ്ട് ആറ്റങ്ങളും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, അതായത് റൊട്ടേറ്റിംഗ് പോളാർ മോളിക്യൂളാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കേസിൽ അത് 6th പവർ ഓഫ് റേഡിയസ് ബിറ്റ്വീൻ ദ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോളാർ മോളിക്യൂൾസിനെ 6th പവറായിട്ടായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആർ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു പോളാർ മോളിക്യൂൾസ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് പറയുന്നത് ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ബ്ലെൻഡഡ് ഫോഴ്സിലുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഇൻട്രാക്ഷൻ എനർജി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് 1/r⁶ ആണ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ദീസ് ഫോഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഓൺലി അറ്റ് ഷോർട്ട് ഡിസ്റ്റൻസ് ആൻഡ് ദെയർ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് ഓൺ ദി പോളറൈസബിലിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. അതായത് ഷോർട്ട് ഡിസ്റ്റൻസിലാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അപ് ടു ഒരു 500, അതായത് 500 പൈക്കോമീറ്ററിൽ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സ് നമുക്ക് എക്സിസ്റ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അവിടെ അങ്ങനൊരു ലണ്ടൻ ഫോഴ്സ് കാണാനായിട്ട് സാധിക്കില്ല. മനസ്സിലായല്ലോ? ഇനി അവയുടെ മാഗ്നിറ്റ്യൂഡ് പോളറൈസബിലിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് എ മെഷർ ഓഫ് ഹൗ ഈസിലി ആൻ ഇലക്ട്രോൺ ക്ലൗഡ് ഈസ് ഡിസ്റ്റോർട്ടഡ് ബൈ എൻ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ ആ ഇലക്ട്രോൺ ക്ലൗഡിനെ എത്രത്തോളം വേഗത്തിൽ ഡിസ്റ്റോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത്
എന്താണ് ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും. ആ ഒരു മെഷർമെൻ്റാണ് പോളറൈസബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആ പോളറൈസബിലിറ്റി എന്ന് പറയുന്നതും അതുപോലെ ഷോർട്ട് ഡിസ്റ്റൻസും ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി ഈ ലണ്ടൻ ഫോഴ്സ് എന്ന് പേര് വരാൻ കാരണം ഇത്തരത്തിലുള്ള ഡിസ്പേർഷൻ ഫോഴ്സുകൾ ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ജർമ്മൻ ഫിസിസ്റ്റ് ആയിട്ടുള്ള ഫ്രിറ്റ്സ് ലണ്ടൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ടാണ് ലണ്ടൻ ഫോഴ്സ് എന്ന് ആ ഒരു തരത്തിലുള്ള ഫോഴ്സുകളെ അറിയപ്പെടുന്നത്. ഇനി ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോളിൽ നമുക്ക് നോക്കാം. അവിടെ എങ്ങനെയാണ് ഇൻട്രാക്ഷൻ എനർജി എന്ന് പറയുന്നത്? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r⁶ ആണ്. ഇനി ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റിൽ അതുപോലെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് നോക്കാം. ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡൈപോൾ മൊമെൻറ്റ് പ്രസൻറ്റ് ഇൻ ദ പെർമനൻറ്റ് ഡൈപോൾ. അതായത് നമ്മൾ പറഞ്ഞു പോളാർ മോളിക്യൂളിനും നോൺ പോളാറിനും ഇടയിലാണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് പോളാറായിട്ടുള്ള മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റിനെയും അടുത്ത് കിടക്കുന്ന ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള മോളിക്യൂളിൻ്റെ പോളറൈസബിലിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയാം. ഇനി നമുക്ക് അവയുടെ പിക്ചർ ഒന്ന് നോക്കാം. ഡൈപോൾ ഫോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡൈപോൾ ഫോഴ്സിൽ എന്താണ്? ഫോഴ്സ് ഓഫ് ആക്ട് ബിറ്റ്വീൻ ദ മോളിക്യൂൾ പോസിങ് പെർമനൻറ്റ് ഡൈപോൾ അല്ലേ. ഇവിടെ ഓരോ ആറ്റത്തിൻ്റെയും ഡൈപോളിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? പാർഷ്യൽ ചാർജസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ചാർജിനെ ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള ഡെൽറ്റ എന്നുള്ള ഇതിലാണ് നമ്മൾ പറയുന്നത്. പാർഷ്യൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ലെസ് ദാൻ ദ യൂണിറ്റ് ഇലക്ട്രോണിക് ചാർജ്. ഇത് 1.6 × 10⁻⁻⁻ കൂളമ്പിനേക്കാൾ കുറവായിരിക്കും എപ്പോഴും ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. ഇവിടെ പോളാർ മോളിക്യൂൾ എന്ത് ചെയ്യാണ്? ഇൻട്രാക്ട് വിത്ത് ദ നൈബറിങ് മോളിക്യൂൾ. ഇവിടെ നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ എന്താണ് ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷനാണ് നമുക്കിവിടെ കാണുന്നത്. കൂടാതെ 2 HCl മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷനും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ക്ലോറിൻ ആറ്റത്തിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജാണ് വന്നിട്ടുള്ളത്. പോസിറ്റീവ് എൻഡ് ഓഫ് വൺ മോളിക്യൂൾ അട്രാക്ട് ദ നെഗറ്റീവ് എൻഡ് ഓഫ് ദ അതർ മോളിക്യൂൾ. തിരിച്ചും സംഭവിക്കുന്നു. ഇനി ഇവിടെ ഡൈപോൾ ഇൻട്രാക്ഷൻ എന്താണ്? നേരത്തെ പറഞ്ഞു നമ്മൾ 1/r⁵ ആണ്. ഡയറക്ട്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. റൊട്ടേറ്റിംഗ് മോളിക്യൂൾ ആണെങ്കിൽ r⁶ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്ത് വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഹൈഡ്രജൻ ആറ്റത്തിന് പ്ലസ് ചാർജും ക്ലോറിൻ ആറ്റത്തിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജും കിട്ടി. അവ തമ്മിൽ എന്താണ്? ഒരു പൊളാരിറ്റി ഉണ്ട്. ആ പൊളാരിറ്റിയുടെ ഇടയിൽ നിന്നുണ്ടാവുന്ന ഡൈപോൾ ഫോഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, അടുത്താണ് ഡിസ്പേർഷൻ ഫോഴ്സ് ഓർ ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഡിസ്പേർഷൻ ഫോഴ്സ് ഓർ ലണ്ടൻ ഫോഴ്സ് മെയിൻലി ഫൗണ്ട് ഇൻ നോൺ പോളാർ മോളിക്യൂൾസ് ലൈക്ക് ഓക്സിജൻ, നൈട്രജൻ, അതുപോലെ നോബിൾ ഗ്യാസ് ആയിട്ടുള്ള ഹീലിയം, നിയോൺ തുടങ്ങിയുള്ള ആറ്റത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. 2 ആറ്റങ്ങൾ സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത 2 ആറ്റങ്ങൾ നമ്മൾ എടുത്തു. ഇവിടെ ഇത് പോസിറ്റീവ് സെൻറ്റർ ആണ്, സറൗണ്ടഡ് ബൈ സിമെട്രിക്കലി നെഗറ്റീവ് ഇലക്ട്രോൺ ക്ലൗഡായിട്ട് നിൽക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും? ഈ 2 ആറ്റങ്ങൾ തമ്മിൽ അടുത്തേക്ക് വരുമ്പോൾ ഈ ഇലക്ട്രോൺ ക്ലൗഡ് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ. ഇറ്റ് മേ ബിക്കം ഡെൻസ് ഓൺ വൺ സൈഡ് ഓഫ് ദ മോളിക്യൂൾ. ഇവിടെ ആറ്റം എ നമ്മൾ എടുക്കാം. ഈ എ എന്ത് ചെയ്യാണ്? ഒരു റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് അതിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി രണ്ടും അടുത്ത് വന്നു, അല്ലെങ്കിൽ അവ തമ്മിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റിക്ക് ഒരു ചേഞ്ച് സംഭവിച്ചു. ഇലക്ട്രോൺ ഡെൻസിറ്റി ഇവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും ഇവിടെ ഒരു പോസിറ്റീവ് ചാർജാണ് നമുക്ക് കിട്ടുക. അങ്ങനെ എയിൽ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട്, അതായത് പെട്ടെന്ന് തന്നെ ചെറിയൊരു സമയം കൊണ്ട് ഒരു ഡൈപോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് അല്ലേ. ഇവിടെ നമ്മൾക്ക് ഇതേപോലെ ആറ്റം സിമെട്രിക്കലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള നെഗറ്റീവായിട്ടുള്ള ചാർജ് ഈ ഇലക്ട്രോണിനെ ഒരു സൈഡിലേക്ക് റിപ്പൽ ചെയ്ത് അതും ഈ ഒരു സൈഡിലേക്ക് എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നു. അങ്ങനെ ബി എന്ന് പറയുന്ന ആറ്റത്തിന് ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ആര് വഴി? ആറ്റം എ വഴി ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ കിട്ടുന്നു. അപ്പോൾ ഇവയുടെ ഇടയിൽ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ഡൈപോളും അതുപോലെ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ അല്ലെങ്കിൽ ടെമ്പററി ഡൈപോളാണ് ഇവയുടെ ഇടയിൽ ആക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എ ലാർജ് നമ്പർ ഓഫ് നോൺ പോളാർ മോളിക്യൂൾസ് ബിക്കം ടെമ്പററിലി പോളാർ ആൻഡ് ദേ ആർ മ്യൂച്വലി അട്രാക്റ്റഡ് ബൈ വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ മറ്റ് ഫോഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഇവിടെ സെക്കൻഡ് പിക്ചറിൽ കാണുന്നത് ആറ്റം എയുടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ആറ്റം ബിയിലും ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി അതിൻ്റെ റേഡിയസും അതും എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്താണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ്
ഡൈപോൾ ഫോഴ്സ്. അതെങ്ങനെയാണ്? ബിറ്റ്വീൻ എ പോളാർ മോളിക്യൂൾ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾ. വെൻ എ നോൺ പോളാർ മോളിക്യൂൾ ഈസ് ബ്രോട്ട് നിയർ എ പോളാർ മോളിക്യൂൾ. നമുക്കറിയാം പോളാർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള ഡൈപോൾ ഉണ്ട്, അതൊരു നോൺ പോളാർ മോളിക്യൂൾസിലേക്ക് വന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? പോസിറ്റീവ് എൻഡ് ഓഫ് ദ പോളാർ മോളിക്യൂൾ അട്രാക്ട് ദ ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് ദി നോൺ പോളാർ മോളിക്യൂൾ. ദ polarity is induced in the non-polar molecule. So there will be an interaction between polar molecule and the induced dipole of the non-polar molecule. അങ്ങനെ അവയുടെ ഇടയിൽ ഒരു ഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നു. ആ ഫോഴ്സിനെയാണ് നമ്മൾ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, എയും ബിയും, എക്ക് പാർഷ്യൽ പോസിറ്റീവ് പാർഷ്യൽ നെഗറ്റീവ്, അപ്പോൾ അതൊരു പോളാറാണ്, ഇതൊരു നോൺ പോളാറാണ്. ഇവിടെ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ വഴി ഈ ഒരു നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂളിനും ഒരു പാർഷ്യൽ പോസിറ്റീവ് പാർഷ്യൽ നെഗറ്റീവ് ചാർജും കിട്ടി. എക്സാമ്പിൾ നമുക്ക് പറയാം, മിക്സ്ചർ ഓഫ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് നമുക്കറിയാം അതൊരു എന്താണ് പോളാർ മോളിക്യൂളാണ് അല്ലേ. ഓക്സിജൻ എന്ന് പറയുമ്പോൾ നോൺ പോളാറാണ്. അപ്പോൾ ഇവയുടെ ഇടയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ. ഇനി ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് അടുത്ത കാറ്റഗറി. ഞാൻ പറഞ്ഞു അത് മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ടൈപ്പ്. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും 2 ടൈപ്പ് വാണ്ടർവാൾ ഫോഴ്സിനെയാണ് നമ്മളോട് പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ലോ റെപ്രസെൻറ്റ് ബൈ ദ ഗ്രാഫ് ഗിവൺ എബവ്. സ്റ്റേറ്റ് ദ ലോ. റൈറ്റ് ഡൗൺ ദി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേംസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഒരു ഗ്രാഫിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രഷറും വോളിയം തമ്മിലുള്ള ഗ്രാഫാണ്. ടെമ്പറേച്ചർ 600 കെൽവിൻ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് പ്രഷർ വോളിയം ഗ്രാഫ് തന്നിട്ടുണ്ട്. 400 കെൽവിൻ. അപ്പോൾ പ്രഷറും വോളിയം റിലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് ബോയിൽസ് ലോ ആണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ബോയിൽസ് ലോയുടെ ഗ്രാഫാണ്. നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. അതായത് വോളിയം എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷറാണ്. ഇനി അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഒന്ന് നമുക്ക് നോക്കാം. P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/V അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് N. നമ്പർ ഓഫ് മോൾസ് എണ്ണം N ആണ്. ദെൻ നമ്മളിവിടെ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുകയാണ്. ആ കോൺസ്റ്റൻറ്റിനെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് K1 എന്ന് പറയും. നമ്മുടെ ഈ ചാപ്റ്ററിൽ ധാരാളം കോൺസ്റ്റൻറ്റുകൾ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ K1 എന്നുള്ള ഒരു നമ്പർ നമ്മൾ കൊടുത്തു. ദെൻ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ PV = K1 എന്നുള്ള ഒരു എക്സ്പ്രഷനിൽ നമ്മൾ എത്തി. ഇപ്പോൾ PV = K1 എന്നുള്ള പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഈക്വലാണ് നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തേത് പറയുന്നത് ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേംസ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ബോയിൽസ് ലോ ചാൾസ് ലോ ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മുൻപത്തെ ക്ലാസ്സുകളിൽ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള 3 ലോസ് അല്ലേ, ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോ ലോസ്. ഈ ലോസിനെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ലോ ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ നമ്മൾ എന്താണ് ഒരു 4 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനാണ്. സ്റ്റേറ്റ് ഓഫ് എനി ഗ്യാസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നും കൂടെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷന് മറ്റൊരു പേരാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണ് നമുക്ക് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇക്വേഷൻ നമുക്ക് നോക്കാം. PV = N × R × T. P is the pressure, V is the volume, N number of moles ആണ്, R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, T is the absolute temperature. അപ്പോൾ എല്ലാ ടേംസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ വോളിയം ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ്. അപ്പോൾ ടെമ്പറേച്ചർ വോളിയം റിലേഷനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ചാൾസ് ലോയിലാണ് എന്ത് ടെമ്പറേച്ചർ വോളിയം റിലേഷൻ പറയുന്നത്. അതിൻ്റെ ഗ്രാഫാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. V1 അതുപോലെ T തമ്മിലുള്ള റിലേഷനാണ് വോളിയം ടെമ്പറേച്ചറും. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് V1/T1 = V2/T2. ദെൻ V/T = കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എഴുതാം. അതിനെ K2 എന്ന് പറയുന്നു. അതിനെ റീഅറേഞ്ച് ചെയ്താൽ V = K2 × T എന്ന് കിട്ടി അല്ലേ. അപ്പോൾ Vയും Tയും തമ്മിൽ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അതായത് ടെമ്പറേച്ചർ ഇങ്ങോട്ട് കൂടുന്തോറും വോളിയം കൂടി വരുന്നു. രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സ്ലോപ്പാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ചാൾസ് ലോയുടെ ഗ്രാഫാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഇനി അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമുക്ക് വന്നിട്ടുള്ളത്. കൺസിഡർ എ ഗ്യാസ് അറ്റ് 0 degree Celsius. At what temperature
temperature will the volume be doubled if the pressure is kept constant? അതായത് ഒരു ഗ്യാസ് 0 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ വോളിയം ഡബിൾ ചെയ്തു, പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ടെമ്പറേച്ചർ ഏത് ടെമ്പറേച്ചറിലാണ് വോളിയം ഡബിൾ ചെയ്തതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചറും വോളിയം ആണ് തന്നിട്ടുള്ളത്, പ്രഷർ കോൺസ്റ്റൻ്റ്. അപ്പോൾ എന്തായാലും ചാൾസ് ലോ ആണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ T1 ഈക്വൽ ടു നമുക്ക് 0 + 273 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, നമ്മൾ അതിൻ്റെ കൺവേർഷൻ പഠിച്ചിട്ടുള്ളതാണ്. പ്ലസ് 273 കൂടെ നമ്മൾ ആഡ് ചെയ്താൽ അത് 273 കെൽവിൻ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. V1 നമുക്കറിയില്ല, y എന്ന് കൊടുത്തു. V2 എന്ന് പറഞ്ഞിട്ട് ഡബിൾ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് 2y എന്ന് കൊടുത്തു. T2 നമുക്കറിയില്ല. ഫ്രം ചാൾസ് ലോയിൽ അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക്. V1/T1 ഈക്വൽ ടു V2/T2. ദെൻ T2 ഈസ് ഈക്വൽ ടു V2 ഇൻറ്റു T1/V1. ദെൻ 2y ഇൻറ്റു y 273/y എന്ന് എഴുതി, y ക്യാൻസൽ ചെയ്ത് പോയി. 2 ഇൻറ്റു 273 ഈസ് ഈക്വൽ ടു 546 കെൽവിൻ. 546 കെൽവിൻ ടെമ്പറേച്ചറിൽ ഗ്യാസിൻ്റെ വോളിയം ഡബിളായിട്ട് മാറുന്നു. ഇതാണ് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ഐസോതേം ഓഫ് എ ഗ്യാസ്. Which gas law is illustrated by this diagram? Draw the diagram when PV is plotted against P. ഇപ്പോൾ കുറേ ഗ്രാഫ് തന്നിട്ടുണ്ട് നമുക്ക്. ഇവിടെ നോക്കുക, പ്രഷറും 1/V ആണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രഷറും വോളിയം തമ്മിലാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വോളിയം 1/P തമ്മിലാണ്. അപ്പോൾ പ്രഷർ വോളിയം റിലേഷനാണ്. പ്രഷർ വോളിയം റിലേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ബോയിൽസ് ലോ ആണ്. അപ്പോൾ ബോയിൽസ് ലോയുടെ എക്സ്പ്രഷനാണ് ഈ തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഗ്രാഫ് വരയ്ക്കാനാണ്. PV against P. PV against P ഗ്രാഫ് എങ്ങനെയായിരിക്കും? നമ്മുടെ ആ എക്സ്പ്രഷനിൽ ഒന്ന് നോക്കാം. ബോയിൽസ് ലോയുടെ എക്സ്പ്രഷൻ ഇതാണ് അല്ലേ, മാത്തമാറ്റിക്കൽ P proportional to 1/V. ഇതിൽ നമ്മൾ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റി P equal to K1 into 1/V നമ്മൾ എഴുതി. ദെൻ PV is equal to K1. PV എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഏത് പ്രഷർ ചേഞ്ച് ചെയ്താലും PV റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് PV അഗെയിൻസ്റ്റ് P ഗ്രാഫ് വരയ്ക്കുമ്പോൾ എത്ര പ്രഷർ എടുത്താലും PV എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ പ്രഷർ എന്ന് പറയുന്ന എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ഗ്രാഫ് നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു ഗ്രാഫ് ഇതുപോലെ തന്നിട്ടുണ്ട്. നെയിം ദ ഗ്യാസ് ലോ ഷോൺ ബൈ ദി എബവ് ഗ്രാഫ്. സ്റ്റേറ്റ് ദ ഗ്യാസ് ലോ. ഇവിടെ പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷനാണ്. നമുക്ക് കണ്ണടച്ചുത്തരം പറയാം, ബോയിൽസ് ലോ ആണ്. ഇനി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. ഇറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. P ഈസ് പ്രൊപ്പോർഷണൽ ടു 1/V. ദെൻ PV ഈക്വൽ ടു K1. അപ്പോൾ ബോയിൽസ് ലോ തന്നെ പല രീതിയിൽ നമുക്ക് ഗ്രാഫുകൾ തന്നിട്ട് പല രീതിയിൽ ചോദിക്കുന്നതായിട്ട് കാണാനാണ് സാധിക്കുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ സെൽഷ്യസ് scale, melting point of ice is 0 degree Celsius. Another scale of temperature is based on absolute zero. Identify the scale. ഏത് സ്കെയിലാണ്? കെൽവിൻ സ്കെയിലാണ് ആബ്സല്യൂട്ട് സീറോ ബേസ് ചെയ്തിട്ടുള്ള സ്കെയിൽ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ഗ്യാസ് അറ്റ് ആബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചർ? ആബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചറിൽ എത്രയാണ് വോളിയം? 0 വോളിയം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് അതിൻ്റെ ഒന്ന് എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ഇതാണ് സെൻറ്റിഗ്രേഡ് സ്കെയിലും കെൽവിൻ സ്കെയിലും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി. കെൽവിൻ സ്കെയിലിൽ 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ കെൽവിൻ സ്കെയിലിൽ 273 കെൽവിൻ. അതിന് നമുക്ക് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി സെൽഷ്യസിൽ എന്താണ് -273 ഡിഗ്രി സെൽഷ്യസും അതുപോലെ കെൽവിനിൽ 0 കെൽവിൻ. അപ്പോൾ ഈ ഒരു സ്കെയിൽ ഓഫ് ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളത് കെൽവിൻ സ്കെയിൽ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇനി കെൽവിൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചറിനെ നമ്മൾ മറ്റൊരു പേരും കൂടെ പറയും, തെർമോഡൈനാമിക് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ എന്നും കൂടെ പറയുന്നുണ്ട്. അതായത് ആൻഡ് ടെമ്പറേച്ചർ ഈസ് യൂസ്ഡ് ഇൻ ഓൾ സയൻറ്റിഫിക് വർക്ക്സിന് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിലാണ്. അതായത് 0 ഡിഗ്രി സെൽഷ്യസ് ഓൺ ദി സെൽഷ്യസ് സ്കെയിൽ ഈസ് ഈക്വൽ ടു 273 കെൽവിൻ ആണ് ഓൺ ദി ആബ്സല്യൂട്ട് സ്കെയിൽ. ഡിഗ്രി സൈൻ ഈസ് നോട്ട് യൂസ്ഡ് വൈൽ റൈറ്റിംഗ് ദ ടെമ്പറേച്ചർ ഇൻ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിൽ, ദാറ്റ് ഈസ് കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിൽ ഈസ് ഓൾസോ കോൾഡ് തെർമോഡൈനാമിക് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ. ഇനി അതിൻ്റെ ഗ്രാഫ് നോക്കിയാൽ ഈ ഗ്രാഫ് നമ്മളൊന്ന് എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. അതായത് ഈ ലോസിൽ ചാൾസ് മെഷേർഡ് ദ വോളിയം ഓഫ് ഫിക്സഡ് മാസ് ഗിവൺ മാസ് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രാഫ്. എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത്, ഈ കാണുന്ന സ്ട്രെയിറ്റ് ലൈൻ. ഈ കർവിനെ നമ്മൾ എന്താ പറയുന്നത്? കോൺസ്റ്റൻറ്റ്
പ്രഷറിലാണ് വരയ്ക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഐസോബാസ് എന്നാണ് പറയുന്നത്. ഇനി ഈ സ്ട്രെയിറ്റ് ലൈന് നമ്മൾ എക്സ്റ്റെൻഡ് ടു സീറോ വോളിയത്തിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഒരു ടെമ്പറേച്ചറിൽ മീറ്റ് ചെയ്തതായിട്ട് കണ്ടു. ആ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ അത് -273.15 എന്നാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ അതർ ഗ്യാസസിനും നമുക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടി. കുറേ ഗ്യാസുകൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്തു. ആ ഗ്യാസ് അവിടെ നോക്കിയപ്പോൾ ഗ്യാസിൻ്റെ വോളിയം എന്താണ് 0 ആയിട്ട് കിട്ടി. ഇപ്പം നോ വോളിയം എന്ന് പറയാം. അതായത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്താണ്, ഓൾ ഗ്യാസസ് കണ്ടെയ്ൻസ് ടു ലിക്വിഡ് ഇൻ ആൻഡ് സോളിഡ് ബിഫോർ ദിസ് ടെമ്പറേച്ചർ ഈസ് റീച്ച്ഡ്. അതായത് ദ ഗ്യാസസ് ഷുഡ് ഹാവ് 0 വോളിയം അറ്റ് -273.15 കനോട്ട് ബി വെരിഫൈഡ് ഇൻ പ്രാക്ടീസ്. നമുക്ക് ഗ്രാഫിക്കലാണ് നമുക്കുള്ളത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് എന്താ കാരണം, ഓൾ ഗ്യാസസ് കണ്ടെയ്ൻസ് ടു ലിക്വിഡ് ആൻഡ് സോളിഡ് ബിഫോർ ദിസ് ടെമ്പറേച്ചർ റീച്ച്ഡ്.